ഇതാണ് നമ്മുടെ പിള്ളേർ ഉണ്ടാക്കാൻ പറഞ്ഞത്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റിത്തോട്ടി വ്ലോഗ്സ്. ഞാൻ ഇങ്ങനെ ചുമ്മാ ഒന്ന് ഇരിക്കുകയായിരുന്നു. അന്നേരമാണ് നമ്മളെ പിള്ളേർ ഒരു സാധനം പറയണമായിട്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കിയാലോ. ഇതെന്താ പോലെ എനിക്ക് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി തരാമോ? നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പിള്ളേർ ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഇത് ബാ. ഇതെന്താടാ? നമുക്കൊരു ആദ്യം വേണ്ടത് ഒരു പേപ്പർ. നമ്മൾ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുള്ള നമുക്ക് ആവശ്യമില്ലാത്ത ഒരു പേപ്പറും പിന്നെ ഒരു സ്കെയിലും. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് ചെയ്യാം, ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് അതിനെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ മടക്കണം. ഇതുപോലെ കോൺ ഷേപ്പിൽ ഇത് കറക്റ്റ് രീതിയിൽ ഇങ്ങനെ മടക്കിയെടുക്കണം. അതായത് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടും. അതായത് നമ്മൾ ഈ ബാക്കി പീസ് കട്ട് ചെയ്തെടുക്കണം. സ്കെയിലും വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താലോ. ബാ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പീസ് വേണ്ട. ഈ ഒരു സ്ക്വയർ ഷേപ്പ് പേപ്പറാണ് വേണ്ടത്. ഈ സ്ക്വയർ ഷേപ്പ് പേപ്പർ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ കോണോട് കോണായിട്ട് നമുക്ക് ലൈൻ കാണും. അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് നമ്മൾ മടക്കണം. അതായത് നമുക്ക് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഒന്നും മടക്കിയെടുക്കണം. ഒരു ട്രയാങ്കിൾ രീതിയിൽ മടക്കിയെടുക്കാം. നമുക്കിങ്ങനെ കിട്ടും. എന്നിട്ടത് തുറക്കണം. തുറന്ന് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു രണ്ട് സൈഡിൽ എക്സ് കിട്ടും. ഇങ്ങനെ എക്സ് കിട്ടും. അപ്പോൾ ആ എക്സ് കിട്ടുമ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇത് കൊണ്ടിടുക. ആദ്യം ഇങ്ങോട്ട് മടക്കണം. എന്നിട്ട് ഈ ഒരു ഭാഗം എടുത്ത് ഇങ്ങോട്ടേക്ക് ഈ ഒരു തുമ്പെടുത്ത് ഈ ഒരു തുമ്പിലേക്ക് ഇങ്ങനെ വയ്ക്കണം. എന്നിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഈ ബാക്കി വന്നിരിക്കുന്ന ഈ പീസില്ലേ, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കയറ്റിക്കണം. എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്താൽ മതി. നമുക്ക് അന്നേരം ഏകദേശം ഒരു ഈ ഒരു ഷേപ്പിൽ കിട്ടും. രണ്ട് സൈഡിലും ഇത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇപ്പുറത്തും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ ഒരു തുമ്പെടുത്ത് ഈ മേലത്തെ തുമ്പിലേക്ക് കയറ്റി വയ്ക്കണം. മേലത്തെ തുമ്പിലേക്ക് മുട്ടിച്ച് വയ്ക്കണം. കറക്റ്റ് രീതിയിൽ മടക്കിയില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ രീതിയിൽ കിട്ടില്ല. ഇങ്ങനെ ഇട്ട് ഇനി ഈ സൈഡും അതേപോലെ തന്നെ മടക്കണം. അതിൻ്റെ അപ്പുറത്തെ സൈഡും നേരത്തെ രീതിയിൽ തന്നെ മടക്കിയെടുക്കണം. ഇങ്ങനെ സംഭവം കിട്ടും. രണ്ട് സൈഡിലും ഇങ്ങനെ തുമ്പ്. ഇനി ചെയ്യേണ്ടത് ഈ ഒരു തുമ്പില്ലേ, അതായത് ഈ മേളിലും ഈ താഴെയും കാണുന്നതായിട്ട് ഈ രണ്ട് തുമ്പും ഈ നടുക്കത്തെ ഈ ഒരു വരയിലേക്ക് മുട്ടിച്ച് വയ്ക്കണം. നടുക്കത്തെ വരയിലേക്ക് ഇതുപോലെ മുട്ടിച്ച് വയ്ക്കണം, മടക്കണം. അതേ രീതിയിൽ തന്നെ ഇപ്പുറത്തും ചെയ്യണം. മറ്റേ സൈഡിലും ഇതുപോലെ തന്നെ ചെയ്യണം. ചെയ്യണം. അന്നേരം നമുക്ക് ഇങ്ങനൊരു സംഭവം കിട്ടും. ഇനി ചെയ്യേണ്ടത് ഈ ഒരു പീസിലെ ഇതെടുത്ത് ഈ ഒരു ഹോള് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണം. ഈ ഹോളിനകത്തേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കണം. അന്നേരം നമുക്ക് ഇവിടെ ബാക്കി ഇവിടെ വരും. അത് മടക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കണം. അതുപോലെ തന്നെ 4 സൈഡും ചെയ്തെടുക്കണം. വാ. അയ്യോ,
ഓക്കെ, അന്നേരം നമുക്ക് ഇങ്ങനെ സംഭവം കിട്ടും. ഇനി നമ്മൾ ഈ മടക്കിയേക്കുന്ന ഈ ഒരു ഭാഗമല്ലേ, ഇതിൻ്റെ മേൽവശത്ത് ഇവിടെ ചെറുതായിട്ടൊരു ഓട്ടുണ്ടാവും. ഈ ഒരു ഭാഗം വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അത് കട്ട് ചെയ്യാൻ ഒരു കത്രിക വേണം. നമുക്ക് കത്രിക വേണം. കത്രിക കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗം ചെറുതായിട്ട്, ഈ ഒരു ഹോളുള്ള ഭാഗമാണ് കട്ട് ചെയ്യേണ്ടത്. ഇപ്പുറത്തെ ഈ ഒരു ഭാഗം കട്ട് ചെയ്യരുത്, കൂർത്തിരിക്കുന്ന ഭാഗം കട്ട് ചെയ്യരുത്. ഹോളുള്ള ഭാഗം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവം കിട്ടും. എന്താ, ഇനി നമുക്ക് ഈ കത്രിക വേണ്ട. ഇവിടെ ഇതണ്ട, ഇതിങ്ങനെ ഇട്ടു. ഇനി ഈ ഒരു ഹോളിലേക്ക് നമ്മൾ ഊതണം. ഊതി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ഇതൊന്ന് സ്ക്വയർ ഷേപ്പിൽ ക്യൂബാക്കി കാണിച്ചു തരാം. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒരു സ്ക്വയർ രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ അടിവശം സെറ്റ് ചെയ്യണം. ഇങ്ങനെ കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നാ, ഈ ഒരു ഭാഗം നമുക്കിതിപ്പോൾ മടക്കി വെക്കണമെങ്കിൽ ഈ ഒരു ഭാഗം ഇതല്ല, ഇങ്ങനെ പതിയെന്ന് മടക്കി കൊടുക്കാം. അന്നേരം ഈ ഒരു ഭാഗം തുറന്നിരിക്കണം. ഇതിങ്ങനെ എന്തേ അടിവശത്ത് ഇങ്ങനെയും മേൽവശവും കാണിച്ചു തരാം. മേൽവശവും ഇനി സെറ്റായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് ആൾക്കാരെ പ്രാങ്ക് ചെയ്യാം. ഇത് എടുത്ത് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പൊട്ടിക്കാനും പറ്റും. അപ്പം നമുക്ക് മതിയാ. ഇത് നമുക്ക് അവന് കൊടുത്താലോ? ശരിപ്പാ എടാ, എന്നാ പിടിച്ചോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു. അപ്പോൾ എല്ലാവരും കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.